ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. നാളെ ജൂൺ മാസം 1-ാം തീയതി. നാളെ സ്കൂളുകളൊക്കെ തുറക്കുകയാണ്. ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഒരു പേടിയും ഒരു സന്തോഷവും എല്ലാം കൂടെ കലർന്ന ഒരു കാഴ്ചകളാണ് നാളെ കാണുന്നത്. അതിപ്പം അംഗൻവാടികളിലേക്ക് ആദ്യമായിട്ട് ചെല്ലുന്ന കുട്ടികൾക്കാണ് ഏറ്റവും ഒരു പരിഭ്രമം തോന്നുന്നത്. അമ്മയൊക്കെ പിരിഞ്ഞിട്ട് ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരികയാണല്ലോ. പിന്നെ അംഗൻവാടിയിലൊക്കെ പഠിച്ച കുട്ടികൾക്ക് പിന്നെ സ്കൂളിലോട്ട് വരുമ്പോൾ അതുപോലെ LKG UKG ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അത്ര വലിയ ആദ്യമായിട്ട് സ്കൂൾ കാണുകയല്ലല്ലോ. ആദ്യമായിട്ട് സ്കൂളിലോട്ട് വരുന്ന കുട്ടികൾക്ക് ഭയങ്കര ഒരു വിഷമവും സങ്കടവും അതേപോലെ സന്തോഷമുള്ള കുട്ടികളും ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ അംഗൻവാടികളിലൊക്കെ കുട്ടികളെ ചേർക്കുമ്പം ഭയങ്കരമായിട്ട് കരയുകയും അമ്മ പോകുമ്പോൾ ഇരുന്ന് കരയുകയും മിങ്ങി പൊട്ടുകയൊക്കെ ചെയ്യുന്നത് കാണാം. ഇപ്പം അധികം അങ്ങനെ കാണുന്നില്ല. ഇപ്പം 2 ദിവസമൊക്കെ ഒരു ഇച്ചിരി വിഷമമൊക്കെ കാണിച്ചാലും പിന്നെ അമ്മയൊക്കെ വരുമ്പോൾ ടാറ്റയൊക്കെ കൊടുത്ത് സന്തോഷത്തോടുകൂടെ പറഞ്ഞു വിടുന്ന കുട്ടികളെയാണ് കാണുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു കുട്ടികൾക്കും വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് ഒരു കുട്ടിയൊക്കെയല്ലേ ഉള്ളൂ. എല്ലാവരും ഒരുപാട് കുട്ടികളെ കാണുമ്പോൾ കളിക്കാനും ഒക്കെ അവർക്കൊരു സന്തോഷമായിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നത്. അവർക്ക് ഒരു ദിവസമൊക്കെ ഒരു ഇച്ചിരി ചെറിയൊരു പേടി പോലെ ഇച്ചിരി നേരത്തേക്ക് കാണും. പിന്നെ കഴിയുമ്പോൾ വളരെ സന്തോഷത്തോടെ ഇരുന്ന് കളിക്കുകയും അതുപോലെ പഠിക്കുകയൊക്കെ ചെയ്യുന്ന കാണാം. പാട്ടൊക്കെ പാടുകയും ഒക്കെ ചെയ്യുന്ന കാണും. പണ്ടത്തെ അങ്ങനെയല്ല. പണ്ട് കുട്ടികളെ കൊണ്ടുവരുമ്പോഴത്തേന് എന്തോ ഒരു ബഹളവും കരച്ചിലും എടുത്തുകൊണ്ട് ടീച്ചർ ഇരിക്കണം എന്തെല്ലാം പാടാതെ. ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള കുട്ടികൾ കാണുന്നില്ല. എങ്കിലും 1-2 കുട്ടികളൊക്കെയും അത്ര ചില വിഷമങ്ങളൊക്കെ കാണിക്കുന്നത് കാണാം. ഇപ്പം നാളെ തന്നെ TV-യിൽ കൂടെ നോക്കുമ്പോൾ പുതുതായിട്ടിരുന്ന് കരയുന്ന ഒരു അമ്മ പോകുമ്പോൾ കരയുന്ന കുട്ടികളെയൊക്കെ 1-ാം ക്ലാസ്സുകളിലൊക്കെ കാണാം. അതുപോലെ LKG UKG അതിലൊക്കെ കാണാം. അല്ലാതെ ബാക്കി കുട്ടികൾക്കൊന്നും ചില കുട്ടികൾക്കൊന്നും ഒട്ടും വിഷമം ഇല്ലാതിരിക്കുന്നു. അവർക്ക് സന്തോഷം, ഇത്രയും കൂട്ടുകാരെയൊക്കെ ഒന്നിച്ച് കാണുന്നതിലുള്ളൊരു സന്തോഷവും ഒക്കെയുള്ള കുട്ടികളും ഉണ്ട്. അങ്ങനെ നാളെ ഇപ്പോൾ എല്ലാവർക്കും രാവിലെ സ്കൂളിലൊക്കെ പോകുന്നതിൻ്റെ പുതിയ ഉടുപ്പും പുതിയ കുടയും പുതിയ ബാഗും ഒക്കെ ഇട്ട് പോകുന്നതിൻ്റെ ഒരു സന്തോഷം എല്ലാ കുട്ടികളുടെ മുഖത്തും കാണാം. അതുകൊണ്ട് നല്ലൊരു അധ്യയന വർഷം ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പിന്നെ കുട്ടികളെ പോലെ തന്നെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു അധ്യയന വർഷം കൂടാണ് ഇനിയിപ്പം വരുന്നത്. ജൂൺ 1 മുതൽ കുട്ടികളെ അവരുടെ പാഠപുസ്തകങ്ങളും നോക്കുകയും അതുപോലെ പഠിക്കുകയും എല്ലാ രക്ഷകർത്താക്കളും അതിൻ്റെ കൂടെ മുന്നിട്ട് നിൽക്കുകയൊക്കെ ചെയ്യണം. പിന്നെ ഇപ്പോൾ എന്തായാലും കൊച്ചു കുട്ടികളാണെങ്കിലും ഞാൻ പറയുന്ന 1 മാസത്തേക്കെങ്കിലും കുട്ടികളെ ഒന്ന് അതുമായിട്ട് ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ അധികം അങ്ങ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കാതെ കുട്ടികൾ സ്കൂളുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് അതൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പുതിയതായിട്ട് വരുന്ന കുട്ടികളുടെ കാര്യങ്ങളാണ് ഒക്കെ ഒന്നും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കുട്ടികളെ പഠിപ്പിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിനോടുള്ള ഒരു പേടിയാവും. അതുപോലെ ചില കുട്ടികൾക്ക് കണ്ടിട്ടുണ്ട് എന്തോ കണ്ടാലും സംശയം ചോദിക്കും. സംശയങ്ങൾ ചോദിക്കുന്നത് നല്ലതാണെന്നാണ്. അവർക്ക് ബുദ്ധി കൂടിയതുകൊണ്ടാണ് അവരിങ്ങനെ സംശയങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നത്. കുറേ നേരം ആകുമ്പം അധ്യാപകർക്കും ഒരു ഇറിറ്റേഷൻ തോന്നും, അതുപോലെ രക്ഷകർത്താക്കൾക്കും തോന്നും. എന്തിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ അതെങ്ങനെ ഉണ്ടാവുന്നത്, ഇതെങ്ങനെ ഉണ്ടാവുന്നത്, ഇത് ഇതിലേക്കൂടെ വന്നത്, എങ്ങനെ വന്നു, ഇങ്ങനെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ നല്ല ബുദ്ധിയുള്ള കുട്ടികൾക്കാണ് അങ്ങനെ സംശയങ്ങൾ ഉണ്ടാകുന്നത്. അതുതന്നെ അതുപോലുള്ള കുട്ടികളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ഷമയൊക്കെ കാണിക്കണം. അതുപോലെ രക്ഷകർത്താക്കളായാലും അതുപോലെ അധ്യാപകരായാലും ഉടനെ ചൂരലൊന്നും എടുത്ത് പേടിപ്പിക്കാതെ. ഇപ്പോൾ അങ്ങനെ വലിയ ചൂരലൊന്നും എടുത്ത് അധ്യാപകരൊന്നും പേടിപ്പിക്കാറില്ല. അധ്യാപകർക്ക് ഇപ്പോൾ പേടിയാണ് ചൂരലൊക്കെ എടുക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല, പണ്ടത്തെ അധ്യാപകരുടെയൊക്കെ അടി വെച്ച് നോക്കാമെങ്കിൽ ഇപ്പോഴത്തെ അധ്യാപകരൊന്നും ചൂരലൊന്നും ഉപയോഗിക്കാറില്ല. എങ്കിലും ശിക്ഷ കൊടുക്കേണ്ടതിന് നമ്മൾ നല്ല ശിക്ഷ കൊടുത്ത് തന്നെ അധ്യാപകർ ശ്രമിക്കണം. എന്ന് വെച്ചാൽ വളർന്നു വരുന്ന ഒരു സമയമാണല്ലോ കുട്ടികൾ. പിന്നെ കൊച്ചു കുട്ടികളാകുമ്പോൾ അതിനെയൊക്കെ കുറച്ചൊക്കെ ക്ഷമയും പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ വേണം. പെട്ടെന്ന് ചൂരലൊക്കെ എടുത്ത് പേടിപ്പിച്ച് കുട്ടികളങ്ങ് സ്കൂളിനോടൊരു വെറുപ്പ് തോന്നിപ്പിക്കുന്ന അവസ്ഥയിലോട്ട് കുട്ടികളെ പറഞ്ഞു വിടരുത്. അതുപോലെ രക്ഷകർത്താക്കളാണെങ്കിലും ടീച്ചർ അടിക്കും, നീ എളുപ്പം ചെല്ലണം, ഒരുങ്ങി ചെന്നില്ലെങ്കിൽ ടീച്ചർ അടിക്കും, വഴക്ക് പറയും, അങ്ങനെയൊന്നും പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കാതെ കുട്ടികളെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഇടമായിട്ട് സ്കൂളിനെ കണക്കാക്കാൻ പഠിപ്പിക്കണം. അതുപോലെ കൊച്ചു കുട്ടികളൊക്കെ ഇപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ കളിപ്പാട്ടങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരെ ഒന്ന് സ്കൂളിൻ്റെ രീതികളിലേക്ക് കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ എല്ലാ പേരൻസായാലും ഇപ്പോഴത്തെ പേരൻസും അതുപോലെ ടീച്ചേഴ്സും ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല ഇതായിട്ടാണ് എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലായാലും അല്ലാതെ പ്രൈവറ്റ് സ്കൂളിലും എല്ലാം നല്ല കുട്ടികളുമായിട്ട് ഇണങ്ങിയാണ് പോകുന്നത്.
അല്ലാതെ പണ്ടത്തെ കണക്ക് കുട്ടികളെ ഒരു വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും അപൂർവം വല്ല സ്കൂളുകളിലൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാത്ത സ്കൂളുകളൊക്കെ ഇപ്പം നല്ല ഇതായിട്ടാണ് ടീച്ചേഴ്സൊക്കെ പെരുമാറുന്നത്. പിന്നെ എന്തായാലും ഈ പുതിയ ബാഗിൻ്റെയും പുതിയതായിട്ട് പോകുന്ന കുട്ടികളുടെ ഈ പുസ്തകത്തിൻ്റെയൊക്കെ മണമെന്ന് പറയുന്നത് നല്ലതാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ പുതിയ പുസ്തകങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ മണത്ത് നോക്കുമായിരുന്നു. നല്ല മണം ആ പുസ്തകത്തിനും ബുക്കിനും അതേപോലെ പെൻസിലിനും. അന്നത്തെ കുട്ടികൾക്കൊക്കെ അതൊക്കെ കിട്ടുന്നത്, പുതിയൊരു പുസ്തകമൊക്കെ കിട്ടുന്നത് തന്നെ വളരെ അപൂർവം. കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികളുടെ പുസ്തകമായിരിക്കും മിക്കവാറും വാങ്ങിച്ച് വെക്കുന്നത്. പുതിയ പുസ്തകം വാങ്ങിക്കാൻ പൈസ കാണത്തില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളുടെ പുസ്തകം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചായിരുന്നു നമ്മൾ അങ്ങനെയൊക്കെ പഠിക്കുന്ന. എല്ലാ പുസ്തകമൊന്നും അല്ലെങ്കിൽ വാങ്ങിക്കത്തില്ല. തീരെ ഒട്ടും പഠിക്കാൻ പുസ്തകം അതിനകത്ത് ഇല്ലാത്ത പുസ്തകങ്ങൾ വാങ്ങിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും അത്. പക്ഷേ ഒരു വീട്ടിൽ ഒത്തിരി കുട്ടികൾ കാണും. എല്ലാവർക്കും കൂടെ ഒക്കെ ഒന്നും പുസ്തകങ്ങൾ വാങ്ങിക്കാനൊന്നും അച്ഛൻ്റെ അമ്മയുടെയും കയ്യിലൊന്നും പൈസ അന്നത്തെ കാലത്തില്ല. ഇപ്പോഴങ്ങനല്ല. ഇപ്പോഴും ബാഗ് വേണമെങ്കിലും പുസ്തകം വേണമെങ്കിലും എല്ലാത്തിനും എല്ലാ രക്ഷകർത്താക്കൾ ഇല്ല, ഒട്ടും സാമ്പത്തികമായിട്ട് കുറച്ചുകൂടെ പിന്നോക്കം നിൽക്കുന്ന രക്ഷകർത്താക്കളാണെങ്കിൽ പോലും അവരും എല്ലാം പുതിയത് തന്നെ വാങ്ങിച്ചു കൊടുത്ത് തന്നെ കുട്ടികളെ ഇപ്പം വളർത്തുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊന്നും അങ്ങനൊന്നും ഒരു ബുദ്ധിമുട്ടാണെന്ന് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. മിക്കവാറും എല്ലാ കുട്ടികൾക്കും. പിന്നെ അപൂർവമായിട്ടുള്ള കുട്ടികളൊക്കെ ഉള്ളൂ. അവരെ സന്നദ്ധ സംഘടനകളും അതേപോലെ ടീച്ചേഴ്സായാലും അല്ലെങ്കിൽ ഇതുപോലെ സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാരുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടായാലും അവർക്കും പുതിയ ബാഗും പുസ്തകങ്ങളും കുടകളും ഒക്കെ വാങ്ങിച്ച് കൊടുക്കുന്ന രീതിയൊക്കെ ഇപ്പോഴുണ്ട്. പണ്ട് നമ്മളൊക്കെ പഠിച്ച കാലത്ത് അങ്ങനെ അത്രയ്ക്ക് ഇതില്ല, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു അന്നൊക്കെ പോകുന്ന. എല്ലാ വിഷയത്തിനും ബുക്കും എല്ലാ പുസ്തകങ്ങളും ഒക്കെ ഉള്ള കുട്ടികളും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോഴങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ എല്ലാ കുട്ടികളും അതൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ സ്കൂളിലേക്കൊക്കെ കുട്ടികൾ ചെല്ലുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊന്നും കുട്ടികൾ വലുതായിട്ട് അറിയുന്നില്ല. എല്ലാം ഒരു പെൻസിൽ ചോദിച്ചാൽ 5 പെൻസിൽ വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷകർത്താക്കളൊക്കെയാണ്. പക്ഷേ അതങ്ങനങ്ങ് ഒരുപാട് അമിതമായിട്ട് നമ്മൾ ലാളിച്ചും കുട്ടികളെ വളർത്താൻ പാടില്ല. ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും വിലയൊക്കെ മനസ്സിലാക്കി തന്നെ വേണം കുട്ടികളെ വളർത്താൻ. ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ പൗരന്മാരായി തീരുന്നത്. അവർക്ക് എല്ലാ കാര്യത്തിലുള്ള അവബോധവും ജിജ്ഞാസയും ഒക്കെ ഉണ്ടാവും. അപ്പോഴതൊക്കെ മനസ്സിലാക്കി അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ വേണം വളർത്താൻ. അതുപോലെ തന്നെ രക്ഷിതാക്കളായാലും കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളെ കേൾക്കാൻ കുറച്ച് സമയം എന്തായാലും കണ്ടെത്തണം. അന്നത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾ പറയും. അതെല്ലാം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് സ്കൂളിൽ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറയിപ്പിക്കണം. ചില കുട്ടികൾ പറയാൻ ഭയങ്കര വിമുഖത കാണിക്കുന്ന കുട്ടികൾ കാണും. അവരോട് നമ്മൾ അന്ന് എന്തൊക്കെ പഠിപ്പിച്ചു, ആ ടീച്ചർ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ ആ കൂട്ടുകാരി കൂട്ടുകാരൻ എന്ത് പറഞ്ഞു, ഇങ്ങനെ പറയിപ്പിച്ച് പഠിപ്പിച്ചാൽ അത് സ്ഥിരമായിട്ട് വരുമ്പോഴേ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയും, അന്ന് സ്കൂളിൽ നടന്ന കാര്യങ്ങൾ. അതുപോലെ ടീച്ചറിൻ്റെ നിന്ന് ഒരു അടി കിട്ടിപ്പോയി, അത് വീട്ടിൽ പറഞ്ഞാൽ വീട്ടിലെ അമ്മയ്ക്ക് അത് ഭയങ്കര നാണക്കേടായിപ്പോവും, അല്ലെങ്കിൽ അച്ഛന് നാണക്കേടായിപ്പോയി. പിന്നെ നാളെ പോയി ഓഫീസിൽ ചെന്ന് വഴക്കൂടുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതേപോലെ അടിക്കുന്ന ടീച്ചർമാരായാലും അങ്ങനെ കൊച്ചിൻ്റെ കൈയൊക്കെ തല്ലി പൊളിക്കുന്ന കണക്ക് ഒന്നും അടിക്കാതെ ഒരു മയത്തിലേക്ക് ഒരു അടി കൊടുക്കണം. രക്ഷകർത്താക്കൾക്ക് സങ്കടം തോന്നുന്ന രീതിയിലൊന്നും അടിക്കാൻ യാതൊരു അനുവാദവും ഇല്ല. ചെറിയ രീതിയിലൊക്കെ ഒന്ന് ശിക്ഷണം ചെയ്യുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ ഒരു പേടി വേണം കുട്ടികൾക്ക്. അതേപോലെ സ്നേഹവും വേണം. അന്നേരം അതുപോലെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പേരൻസിനെ രക്ഷിതാക്കൾ ടീച്ചർമാരെ കുറ്റം പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അന്നേരം കുട്ടികളുടെ മനസ്സിൽ അതായിരിക്കും പതിഞ്ഞ് കിടക്കുന്നത് ആ ടീച്ചറിനെ കുറിച്ച്. അങ്ങനൊന്നും നമുക്ക് കുട്ടികളെ എന്തിന് അടി കിട്ടിയെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് കാര്യം എന്നുള്ളത് നമുക്കത് വിളിച്ചു ചോദിച്ച് അത് വേണ്ടുന്ന കാര്യത്തിനാണെങ്കിൽ അത് വേണമെന്ന് തന്നെ പറയണം. ഇത് ഇന്ന കാര്യത്തിനാണ് അടിച്ചത് എന്ന്. അതുപോലെ തന്നെ കുട്ടികൾക്ക് അടി കിട്ടിയ കാര്യമായാലും വഴക്ക് കിട്ടിയ കാര്യമായാലും വീട്ടിൽ വന്ന് തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും നമ്മൾ കൊടുക്കണം. അല്ല പേടിച്ചിട്ട് പറയാതിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എന്ന് വെച്ചാൽ വീട്ടിലിത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് വീണ്ടും അടി കിട്ടും, അല്ലെങ്കിൽ അവർക്ക് നാണക്കേട്, മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് എൻ്റെ കൊച്ചിനെ മാത്രം അടി കിട്ടി, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരുപാട് രക്ഷകർത്താക്കളുണ്ട്. അങ്ങനൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അവർ വളരുന്ന പ്രായമാണ്, ഒരുപാട് തെറ്റുകൾ കാണിക്കും. തെറ്റുകളിലൂടെയാണ് നമ്മൾ ശരിയിലോട്ട് എത്തേണ്ടത്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് സമൂഹത്തിൽ നിന്ന് തന്നെ കുട്ടികൾ തിരിച്ചറിയണം. അപ്പോൾ അതിനുള്ള ആ കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടം. അല്ലാതെ ആ കുട്ടി ഒറ്റയ്ക്കൊരു വീട്ടിലിരുന്ന് പഠിച്ചല്ല. സ്കൂളിലാകുമ്പോൾ പല സ്വഭാവ തരത്തിലുള്ള കുട്ടികൾ കാണും, പല രീതിയിൽ വളർന്നു വന്ന കുട്ടികൾ കാണും. അവരുമായിട്ടൊക്കെ ഇഴകി ചേർന്ന് വേണം കുട്ടി ഈ സമൂഹം എന്താണെന്ന് പഠിക്കാൻ.
ഇപ്പോൾ പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ മാത്രം പഠിക്കുകയോ എല്ലാത്തിനും A+ മേടിക്കുകയോ അതുമാത്രമല്ലല്ലോ. അല്ലാതെ തന്നെ നമ്മുടെ സമൂഹത്തിലെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം പഠിക്കുന്നതും അറിയുന്നതും എല്ലാം കുട്ടികൾ ആ സ്കൂൾ കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ എല്ലാം ശരിയും തെറ്റുമൊക്കെ കുട്ടികളും ചെയ്യാനിടയുണ്ട്. അതുകൊണ്ട് അത് ഏതാണെന്ന് കുട്ടികളെ രക്ഷകർത്താക്കളായാലും അധ്യാപകരായാലും അതൊക്കെ തിരുത്തി മുന്നോട്ട് കൊണ്ടുവന്ന് നല്ലൊരു പൗരന്മാരാക്കി വളർത്തുക എന്നുള്ളതാണ് അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും എല്ലാം ചുമതല. അല്ലാതെ കുറേ വിഷയങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങി വെച്ചിട്ട് പിന്നെ കുട്ടിയുടെ സ്വഭാവം അത്ര ശരിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിലൊന്നും യാതൊരു കാര്യമില്ല. അതുപോലെ തന്നെ പഠിത്തത്തിലും നമുക്ക് ശ്രദ്ധ വേണം. കുട്ടികൾ അങ്ങനെ നന്നായി പഠിച്ചുകൊണ്ടിരുന്നൊരു കുട്ടി ഉഴപ്പി തുടങ്ങുന്നെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്നത് അധ്യാപകർക്കാണ്. അവരപ്പോൾ തന്നെ അത് രക്ഷകർത്താക്കളെ അറിയിക്കുകയും അതുപോലെ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയുകയും ചെയ്യണം. അതുപോലെ ഇപ്പം ടീച്ചർമാർക്ക് ഒരു കുട്ടിയുടെ മുഖം കാണുമ്പോൾ അറിയാൻ പറ്റും ആ കുട്ടിയുടെ വീട്ടിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ തലേ ദിവസം ആ കുട്ടി ഉറങ്ങിയിട്ടില്ലെങ്കിലോ എല്ലാം ഏറ്റവും പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് ടീച്ചർമാർക്കായിരിക്കും. എന്നുവെച്ചാൽ ഡെയിലി ഈ കുട്ടിയെ രാവിലെ തൊട്ട് വൈകുന്നേരം കാണുന്നത് ടീച്ചർമാരല്ലേ. അതുകൊണ്ട് കുട്ടികളുടെ ഒരുവിധമുള്ള ഒരു ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഏകദേശം സ്വഭാവമൊക്കെ എല്ലാ ടീച്ചർമാർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ദിവസം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ അതിനെന്തെങ്കിലും പറയാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ അതിനെ മാത്രം ചോദിച്ച് മനസ്സിലാക്കുകയും അല്ലാതെ എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ചോദിച്ച് അതിനെ കളിയാക്കുകയും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ കുട്ടികളുടെ മനസ്സിൽ ചെറിയ പ്രായത്തിൽ തന്നെ അത് വലിയ വിഷമങ്ങളുണ്ടാക്കി അത് പിന്നെ ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയും ചെയ്യും. പണ്ടൊക്കെ ടീച്ചർമാർ എല്ലാവരുടെയും മുമ്പിൽ വെച്ചൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളുടെ മൈൻഡ് അങ്ങനല്ല. അവർക്ക് ഒരു ചെറിയ കളിയാക്കലുകൾ തന്നെ ചിലപ്പം ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ടീച്ചർമാർ ചെയ്യാൻ. അതുപോലെ നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം, അത്രയേ ഉള്ളൂ. പിന്നെ കുട്ടികളോട് വളരെ സ്നേഹമായിട്ട് പെരുമാറണം. സ്നേഹം കൊടുത്താൽ ഇതുപോലെ സ്നേഹം തിരിച്ചു തരുന്ന കുട്ടികൾ വേറെ ഇല്ല. എല്ലാ കുട്ടികളും നമ്മളെ പിന്നീട് എവിടെ വെച്ച് കണ്ടാലും നമ്മൾ മറന്നുപോയാലും കുട്ടികൾ ഓർത്തിരിക്കും. അങ്ങനെയുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്ര ഇതായാലും ടീച്ചർമാർ കൂടുതൽ ഭയങ്കര സ്ട്രിക്റ്റൊന്നും ആവാതെ കുറച്ചൊക്കെ സ്നേഹമൊക്കെ കുട്ടികളോട് പെരുമാറാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ടീച്ചർമാരും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആണ്. ആരും അങ്ങനെ വലിയ കർക്കശ ബുദ്ധിയുള്ള ടീച്ചർമാരും അധ്യാപകരും ഒന്നുമില്ല. പിന്നെ ചിലപ്പം നല്ല ഒരു ദേഷ്യമൊക്കെ കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ കാണുമ്പം പറയും എന്നേ ഉള്ളൂ. എന്ന് വിചാരിച്ച് അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാറില്ല. അത് കുട്ടികളും അങ്ങനൊന്നും പെരുമാറാറുമില്ല. പിന്നെ അപൂർവം ഇനി അറിയത്തില്ല, ചില സ്കൂളുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അപൂർവം കേസുകളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അടുത്ത അധ്യയന വർഷത്തിലേക്ക് പോകുന്ന കുട്ടികൾ ഏറ്റവും സന്തോഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകണം. അതുപോലെ ഇപ്പം പഠിച്ച് ഒരുപാട് വലിയ നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികളും അതുപോലെ പഠന നിലവാരത്തിൽ കുറച്ച് താഴ്ന്ന കുട്ടികളും കാണും. അതൊക്കെ അവരുടെ ഒരു ബുദ്ധിയുടെ കണക്കൊക്കെ ഇരിക്കും. അതുപോലെ ഗ്രാസ്പിംഗ് പവറൊക്കെ ചില കുട്ടികൾക്ക് കുറവായിരിക്കും. അങ്ങനെയുള്ള കുട്ടികളെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നല്ലാതെ അവരെ താഴ്ത്തി കെട്ടാനോ അവരെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് വേർതിരിച്ച് കാണാനോ ഒന്നും ആരും ശ്രമിക്കരുത്. അങ്ങനെയുള്ള കുട്ടികൾ വേറെ എന്തെങ്കിലും കഴിവുകൾ അവർക്കുണ്ടായിരിക്കും, അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അവരൊക്കെ ചിലപ്പോൾ അങ്ങനെ പുറയിലിരുന്ന കുട്ടികളൊക്കെ ആയിരിക്കും സമൂഹത്തിൽ നല്ല നിലയിലും മറ്റ് ബിസിനസ്സുകളിലൊക്കെ നല്ല ഇതായിട്ട് വളർന്നു വന്നിട്ടുള്ളത്. മാർക്ക് ഒരുപാട് മേടിച്ച കുട്ടികൾക്ക് ജോലി പോലും കിട്ടാതെ വീട്ടിലിരിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. അതുകൊണ്ട് അതിലൊന്നും അല്ല കാര്യം. അവരവരുടെ കയ്യിലുള്ള കഴിവുകളെ അവരവർ വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ അധ്യാപകരും രക്ഷകർത്താക്കളും കൂടെ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നിപ്പോൾ നാളെ സ്കൂൾ തുറക്കുന്നത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് സംസാരിച്ചതേ ഉള്ളൂ. ഇതൊക്കെ എൻ്റെ ചെറിയ അറിവുകൾ വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ നാളെ സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നല്ലൊരു അധ്യയന വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വിഷയമായി നാളെ കാണാം. ബൈ.